ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 2.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇതൊന്നും കുതിർക്കുന്നൊന്നുമില്ല, കഴുകി അങ്ങനെ അങ്ങ് നമുക്ക് വേവിക്കാനിടാം. അരി തിളപ്പിക്കാനായിട്ട് സാമാന്യം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഉപ്പിടുക, അതിന് തിളക്കട്ടെ. തിളയ്ക്കാൻ തുടങ്ങി. എന്തിനമ്മ? ഇതും കൂടെ ഇടാനുള്ളതാണ്, അരിഞ്ഞ് വെച്ചിരിക്കുക. അത് ഞാൻ പിന്നെ കാണിക്കാം. ഒരു ക്യാരറ്റ്, ക്യാബേജിൻ്റെ ആ പുറത്തായ 3 അല്ലിയാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ക്യാബേജ് ഇടുമോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ. അതുപോലെ ഒരു ക്യാരറ്റ്, പിന്നെ ഇതൊരു 10 ബീൻസ്, 15 ബീൻസൊക്കെ ഇടാം, പക്ഷേ ക്യാബേജ് ഇട്ടത് കൊണ്ടാണ് അത് കുറച്ചത് കേട്ടോ. പട്ട, ഒരു 5-6 ഏലക്ക, 7-8 ഗ്രാമ്പു ഇടാം. എണ്ണ ഒഴിക്കാം, തമ്മി ഒട്ടാതെ. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി അങ്ങോട്ട് ഇടാം. ഫുൾ വേവണ്ട, ഒരു 1/4 വേവാവുന്നവരെ നമുക്ക് വേവിക്കാം. ഒരു 1/4 വേവായിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റാം. ചോറ് ഊറ്റി ഇതുപോലെ ഒരു ബേസിനിൽ നിരത്തി ഫാനിൻ്റെ കാറ്റിലൊന്ന് വെക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി വറുക്കാനാണ്. ഉള്ളിയും നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ഇടാം. അതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് മുന്തിരി ഇടാം. മുന്തിരി വീർത്ത് വരുമ്പോൾ എടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് എടുക്കാം. പിന്നെ എല്ലാം കോരി മാറ്റാം. അതേ എണ്ണയിൽ ഉള്ളി വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വറുത്തെടുക്കാം. അത് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ഉള്ളി വറുത്ത എണ്ണയാണ്, അത് കുറച്ച് ഒഴിക്കാം. എന്നിട്ട് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ആദ്യം തീ കൂട്ടി വെച്ചിട്ടാണ് നല്ല വരുന്ന കഴിച്ചെടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴലാനേ പാടുള്ളൂ കേട്ടോ, അത് പ്രത്യേകം ഓർക്കണേ. ഇവിടെ ഇച്ചിരി ഒന്ന് മുരിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ ബീൻസ് മാത്രമേ ഉള്ളൂ ഒന്ന് വഴന്ന് കിട്ടാനുള്ളത്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് നല്ല മുരിഞ്ഞ് ആ ഒരു പരുവത്തിൽ. പിന്നെ ക്യാബേജൊക്കെ പണ്ട് പ്രിയ കുഞ്ഞായിരിക്കുമ്പോൾ ക്യാബേജിൻ്റെ പുറത്തിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ വെട്ടിക്കളയുമ്പോഴത്തേക്ക് അതെടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പം അത്രയും ഇഷ്ടമാണ് അത് ക്യാബേജ്. അതുകൊണ്ടൊക്കെയാണ് ക്യാബേജ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യും. എന്നിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് വഴറ്റാം.
കുറച്ച് ഉപ്പിടാം. തീ ഒന്ന് കുറയ്ക്കാം. നമ്മൾ ആ ചോറിന് ഉപ്പിട്ടല്ലോ, നല്ലതുപോലെ ഇട്ടിട്ടുണ്ടേ. സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് ഇനിയും എണ്ണ കൂടുതലാണെങ്കിൽ നമുക്കൊന്ന് ചാരി വയ്ക്കാം. വഴറ്റിയ പച്ചക്കറി ആദ്യം ഇടാം. അരി വെന്ത പാത്രം തന്നെയാണ്, അതിലോട്ട് അതിടാം. കണ്ടില്ലേ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് എള്ളം ഇതേ ആവാവുള്ളൂ കേട്ടോ, അപ്പോഴാണ് കറക്റ്റ്. പഴയ ഓർമ്മ വരുന്നു കേട്ടോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതുണ്ടാക്കുന്ന ആ ഒരു ഓർമ്മ. ഇതിൻ്റെ ഇടയ്ക്ക് മീൻ വറുക്കുന്നുണ്ട്. ഇനിയും ചില്ലി ചിക്കനും കൂടെ ഉണ്ടാക്കണം. ഉള്ളിയുടെ ടേസ്റ്റ് ഇത്രയും ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇടാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ഇട്ടാൽ മതിയാവും. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ഇടാം. ഒരു തവ ഇങ്ങനെ വെക്കാം, അതിലെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. സിമ്മിൽ വെച്ചിട്ട് ഈ പാത്രം ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. അടപ്പ് വെച്ചൊന്ന് അടയ്ക്കാം. 10 മിനിറ്റ് സിമ്മിൽ വെച്ച് നമുക്കിതൊന്ന് ആവിയേറ്റിയെടുക്കാം. 1/2 കിലോ കോഴി ബോൺലെസ് ആണ്, അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനാണ് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂണ് മൈദയും കൂടെ ഇടാം. 1/2 ടേബിൾ സ്പൂൺ സോയ സോസും ഒഴിച്ചു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. എന്നിട്ട് ഒന്ന് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിനെ ഈ ഇവിടോട്ടാക്കി ചൂട് വരുന്നതേ ഉള്ളൂ, ആവുന്നതേ ഉള്ളൂ. എണ്ണ ഒഴിക്കാം. ഇറച്ചി വറുക്കാനുള്ള എണ്ണ എടുക്കാം. ഇതങ്ങ് ഓഫ് ചെയ്യാം. ഇത് ചിക്കൻ ഇതുപോലെ കോരിയെടുക്കാം. പത്ത് വെളുത്തുള്ളി അരിഞ്ഞതിടാം. ഞാൻ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് സ്പ്രിംഗ് ഒണിയൻ്റെ 3 ഭാഗമാണ്. പിന്നെ ഒരു സവാളയുടെ പകുതി, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, വറന്ന് വരെയൊന്നും വേണ്ട,
അതൊന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇതിപ്പം ക്യാമറയും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ്, എന്നിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇടാം. ഇത് 2 പച്ചമുളകായിരുന്നേ. ഒരു കപ്പ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണ്. അതൊന്ന് ഒഴിക്കാം. കുറച്ച് ഉപ്പിടാം. ഇതൊന്ന് കുറുകി വരട്ടെ. കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടു. നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ ഇതിൻ്റെ പുറത്തിടാം. ഒന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവേ. നല്ലൊരു ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. നല്ലൊരു ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ. നല്ലൊരു ഫ്രൈഡ് റൈസ്, നല്ലൊരു ചില്ലി ചിക്കന്. പിന്നെ ഇവിടുത്തെ രീതി അനുസരിച്ച് എന്തെങ്കിലും ഒരു ആരും കഴിക്കാത്തൊക്കെ ഒന്ന് കഴിച്ച് കളയും കേട്ടോ. ഇനി ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ 28th വെഡിങ് ആനിവേഴ്സറിയാണ്. അവസാനം വരെ കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.